ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഇന്ന് ആശംസിക്കുകയാണ്. ഇന്ന് എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? നാളെ ഓണമല്ലേ, തിരുവോണമല്ലേ? അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊക്കെ ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ മുല്ലക്കലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അതുപോലെ കോട്ടയം നമ്മളുടെ മാർക്കറ്റിലും ചങ്ങനാശ്ശേരി മാർക്കറ്റിലൊക്കെ സാറിന് എല്ലാ വർഷവും തലേദിവസമൊക്കെ ഞാൻ പോകുമ്പോൾ കാണാറുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ തുണിക്കടകളിലും ഒക്കെ നല്ല തിരക്കല്ലേ? എല്ലാവരും എന്തായാലും ഓണം ആഘോഷിക്കുമ്പോൾ ഇതൊക്കെ അല്പം ഡ്രസ്സും ഒക്കെ എടുക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഞാൻ ഇത്തവണ ഫുഡ് ഓർഡർ ചെയ്ത്, കാരണം ഹോട്ടലിൽ നിന്ന് പാഴ്സലാക്കി. കാരണം എന്താ വെച്ചാൽ അതാകുമ്പോഴത്തേന് കുറച്ച് കുറേ കറികളും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ നാളെ ഉച്ചക്കത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഹോട്ടലിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും, ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഉള്ള മലയാളികൾക്കും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും, ലോകത്തിൻ്റെ എവിടെയാണേലും നിങ്ങൾ ഓണം ആഘോഷിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ ഓണാശംസകൾ ഹൃദയപൂർവ്വം നേരുകയാണ്. പിന്നെ എൻ്റെ ഫോളോവേഴ്സിനെ എല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഓണം ആഘോഷിക്കണം കേട്ടോ. പറ്റുന്നിടത്തോളം എല്ലാവരും വീട്ടിൽ തന്നെ ഉച്ചയൂണ് ഭക്ഷിക്കുവാനായിട്ട് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിക്കുകയാണെങ്കിൽ, ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം കൂടി പോയി കഴിക്കാനായിട്ട് നോക്കണം. ഓണം എന്ന് പറയുന്നത് നമുക്കറിയാലോ, കേരളീയരുടെ ഒരു ആഘോഷമാണ്, ഏറ്റവും വലിയ ആഘോഷമാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാ നാടുകളിലൊക്കെ, ഇപ്പം നാളെയാണ് എൻ്റെ നാട്ടിലെ വെളിയനാട്, എൻ്റെ നാട് വെളിയനാടാണ്, ഗ്രാമപ്രദേശമാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന താലൂക്കിലെ വെളിയനാടെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ 11ാം വാർഡാണ് കേട്ടോ, 11ാം വാർഡാണ് വെളിയനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 11ാം വാർഡാണ്. അപ്പോൾ നാളെ ഞങ്ങളുടെ നാട്ടിലെ സൂര്യ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ ഒരു പ്രോഗ്രാം നാളെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണാഘോഷമൊക്കെ നാളെ അതിഗംഭീരമായിട്ട് നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വടംവലി, സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ, പിന്നെ ചാക്കിൽ കയറി ഓട്ടം, പിന്നെ വള്ളംകളി മത്സരം, പിന്നെ അതുപോലെ തന്നെ നീന്തൽ മത്സരം, പിന്നെ ചൂണ്ടയിടിയിൽ മത്സരം, പിന്നെ അങ്ങനെ ഒരുപാട് സൂചി നൂല് കോർക്കൽ, സ്പൂണിൽ നാരങ്ങ വെച്ച ഓട്ടം, അങ്ങനെ ഒരുപാട് മത്സര ഇനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ ഫുള്ള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. കാരണം ഇതൊക്കെയാണ് നമുക്കൊരു സന്തോഷം. നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ കൂടെയും നാട്ടുകാരുടെ കൂടെയൊക്കെ കൂടി ഓണമൊക്കെ ആഘോഷിക്കുമ്പോൾ എന്തൊരു രസമല്ലേ? ശരിക്കും അതൊരു വലിയ ഒരു സന്തോഷമാണ്. നാട്ടിലെല്ലാവരും കൂടി ഒന്നിച്ച്, ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ അതിന് നേതൃത്വം വഹിക്കാൻ കുറേ ചെറുപ്പക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ, സൂര്യ ക്ലബിൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും കൂടി ആഘോഷമായിട്ട് ഒരു നാളെയാണ് രാവിലെ മുതൽ മത്സരങ്ങളൊക്കെ ഉണ്ടാവും, ഓണ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തിരുവോണത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ. നമ്മൾ സന്തോഷം ഉണ്ടാകണം, അത് നമ്മളും കൂടെ ഒക്കെ പരിശ്രമിച്ചാൽ സന്തോഷം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയട്ടെ, നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം, നമ്മൾ ഓണം നല്ല രീതിയിലൊക്കെ ആഘോഷിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളും കൂടെ ഒക്കെ സന്തോഷത്തിലാണോ, അവർ ഹാപ്പിയാണോ എന്ന് നോക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഓർക്കുക, നമ്മൾ നാളെ ഓണം ആഘോഷിക്കുമ്പം, ഓണം ആഘോഷിക്കാനായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കരയുന്ന കുടുംബാംഗങ്ങളും നമുക്കിടയിലുണ്ട് കേട്ടോ. രോഗികളായിട്ട് ബെഡിൽ കിടന്നുകൊണ്ട്, അതായത് ആ കുടുംബത്തിൻ്റെയൊക്കെ അത്താണിയായിരുന്ന ആളുകളൊക്കെ കിടപ്പിലായി കഴിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ, അവരെങ്ങനെ ഓണം ആഘോഷിക്കും? നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ഓടി നടന്ന് ഈ കലാപരിപാടികളും ഒക്കെ പങ്കെടുത്ത് ആഘോഷിക്കുമ്പോൾ, ഇതൊന്നും ആഘോഷിക്കാൻ പറ്റാതെ ബെഡിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന സഹോദരങ്ങൾ കൂടി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അത് പറയാൻ കാരണം,
ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും എൻ്റെ ഫേസ്ബുക്കിലും ഞാൻ കുറച്ചു മുമ്പ് മലപ്പുറത്തുള്ള ഒരു ഹനീഫ്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ തെറ്റുകൊണ്ടല്ല കേട്ടോ. അദ്ദേഹം സാധാ ഓട്ടോ ഓടിച്ച് ജീവിച്ചിരുന്ന, കുടുംബം പോറ്റിയിരുന്ന അദ്ദേഹമാണ് ആ കുടുംബത്തിൻ്റെ അത്താണി. വേറെ ഒരു മാർഗവുമില്ല. ഭാര്യയും മകളും ഒക്കെ ഇദ്ദേഹം കൊണ്ട് കൊടുക്കുന്ന ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ജീവിതം ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം വീട്ടിലേക്ക് രാത്രി 9 മണിക്ക് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടോയിലേക്ക് ഒരു ബൈക്ക് വന്ന് ഇടിച്ച് കയറി. റോങ് സൈഡിൽ കൂടെ വന്ന ബൈക്ക് വന്ന് ഇടിച്ച് കയറി അദ്ദേഹത്തിൻ്റെ കാലെല്ലാം ഒടിഞ്ഞ് നടുവിൻ്റെ താഴോട്ടിങ്ങോട്ട് തളർന്ന് കിടക്കുകയാണ്. അദ്ദേഹം ബെഡിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കണം, ഇപ്പോൾ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയൊന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് മുമ്പ്, അതായത് 1 മാസം പോലും ആയിട്ടില്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ സഹായം ചെറിയ രീതിയിൽ കിട്ടിയെന്നല്ലാതെ അദ്ദേഹത്തിന്, കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓരോ ആശുപത്രി പോക്കിലും ഒരു സാധാരണ കുടുംബമല്ലേ. ഓട്ടോ അദ്ദേഹം ഈ പറഞ്ഞ CC ഒക്കെ ഈ ഓടുന്ന പൈസയും കൊണ്ടാണ് അതിൻ്റെയൊക്കെ അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം മുടങ്ങി കിടക്കുകയാണ് ദാരിദ്ര്യത്തിൻ്റെ വക്കിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും ഒക്കെയാണ്. അപ്പം അങ്ങനെ വേദനിച്ച് കഴിയുന്ന ഒരു കുടുംബവും ഈ ഓണാഘോഷത്തിൽ നമുക്കിടയിലുണ്ട്. ഇതുപോലെയുള്ള പല കുടുംബങ്ങളും ഉണ്ട് കേട്ടോ. ഞാനതിലെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കാരണം മലപ്പുറത്ത് എൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വന്ന് ഓട്ടോ ഒക്കെ ഓടിച്ച് തളർന്നു വന്നിരുന്ന് ചിലപ്പം പച്ചവെള്ളം പോലും മേടിച്ചു കുടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പം അത്ര ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഹനീഫ്ക എന്ന് പറഞ്ഞ ആൾ. മലപ്പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗൾഫിലുള്ള പ്രവാസികൾ, മലപ്പുറംകാർ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ പെരിന്തൽമണ്ണ, മലപ്പുറം ആ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, ഗൾഫിലുള്ള പ്രവാസികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സഹോദരനുണ്ട് കേട്ടോ. ഹനീഫ്ക എന്ന് പറയുന്ന ഒരു സഹോദരനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നാളെ ഓണം ആഘോഷിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ. അതായത് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകാനായിട്ട്, ഹോസ്പിറ്റലിൽ പോകാൻ ഒരു മാർഗവുമില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത മാസം 2-ാം തീയതി ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി വിളിച്ച് കരഞ്ഞ് സംസാരിച്ചു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ചെറിയ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. പക്ഷേ എനിക്കും ഒരു പരിമിതിയില്ലേ. എനിക്കും വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, 85 വയസ്സൊക്കെ കഴിഞ്ഞ. അവർക്കും ചികിത്സയും ഭീമമായ തുകയൊക്കെയാണ്. നമുക്കറിയാം, ഞാൻ ചെത്തുപുഴ ചങ്ങനാശ്ശേരി സെന്റ് തോമസ് ചെത്തുപുഴ ആശുപത്രിയിലാണ് കാണിക്കുന്നത്. പിന്നെ എറണാകുളത്ത് ഒരു ഡോക്ടറെ പോയി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ വണ്ടി കാറൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് വരുമ്പോൾ എനിക്കും താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ് എനിക്ക്. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ മാതാപിതാക്കളുടെ ഒരു നോക്കാൻ നിൽക്കുന്നത് കൊണ്ട് അവരുടെ സന്തോഷത്തെ പ്രതി ഞാനിപ്പോൾ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് എൻ്റെ മലപ്പുറത്തെ കടയെല്ലാം കൊടുത്തിട്ട്, ഹോട്ടലൊക്കെ കൊടുത്തിട്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ചെറിയൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ എനിക്കൊരു പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സഹായിക്കുന്നതിനൊക്കെ. പിന്നെ എനിക്ക് വീഡിയോ വഴിയൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം യാചിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. അത് ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള കരുണാമയനായ, നിങ്ങളെപ്പോലുള്ള കരുണയുള്ള മനുഷ്യരുടെ കരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അലിവ് തോന്നിയാലൊക്കെ നടക്കുകയുള്ളൂ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കഷ്ടപ്പാട് പറഞ്ഞോ ഇന്ന് വരെയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. എല്ലാം അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഹനീഫ്കയുടെ കുടുംബത്തെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ ഓണത്തിന് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അതുപോലെ മലപ്പുറത്തുള്ള, അതുപോലെ പെരിന്തൽമണ്ണയിലൊക്കെയുള്ള എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ആ നാട്ടിലുള്ള ഒരു ഹനീഫ്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടോ. അതായത് ഹനീഫ്ക എനിക്ക് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ്. കാരണം നല്ല ഒരു പാവം മനുഷ്യനാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ഇപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ദാരിദ്ര്യത്തിലാണ്. അവരുടെ കുടുംബത്തിൽ അഭിമാനമുള്ളവർ പല കാര്യങ്ങളും ഒന്നും പറയില്ല. അവരുള്ളത് പച്ചവെള്ളം കുടിച്ചിട്ടാണേലും അങ്ങനെ ജീവിച്ചങ്ങ് പോകും. ആശുപത്രിയിൽ പോകാൻ അദ്ദേഹം കരഞ്ഞെന്നോട് പറഞ്ഞു. അതായത് മരുന്ന് മേടിച്ച് അത് കഴിച്ചാൽ മാത്രമേ എൻ്റെ ഈ നട്ടലിൻ്റെ അവിടോട്ടൊക്കെയുള്ള ഇതിന് ഡോക്ടർമാർ പറഞ്ഞു ബലം കിട്ടുകയുള്ളൂ, അതുപോലെ എല്ലിന് ബലം കിട്ടുകയുള്ളൂ, കൂടി യോജിക്കത്തുള്ളൂ, അതുകൊണ്ട് മരുന്ന് മുടങ്ങാതെ കഴിക്കാം. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എനിക്കതിനുള്ള മാർഗമില്ല സോണിച്ച, ഞാൻ എന്താ ചെയ്യാം, നിങ്ങളൊന്ന് പറഞ്ഞു, ഒന്ന് വീഡിയോ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറയാം. അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യേ.
അതായത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറയാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി, വിളിക്കാതിരിക്കാൻ നോക്കുക. കാരണം എനിക്ക് ഒരുപാട് കോളുകൾ, അതുകൊണ്ട് ഞാൻ കോൾ അധികം നോക്കാറില്ല, മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ പറയാം 6282498880 6282493880. അപ്പോൾ അതാണ് 6282498880. അപ്പോൾ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അതിലേക്കൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ പഴയ വീഡിയോ എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും കിടപ്പുണ്ട്. ഹനീഫ് ഖായായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട്സ് നമ്പർ, ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്യാം. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ ഈ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ആ മലപ്പുറത്തുള്ള ഹനീഫ് ഖാ എന്ന് പറഞ്ഞ സഹോദരൻ്റെ കുടുംബത്തെയും കൂടെ ഒന്ന് കാണണം കേട്ടോ. നമ്മളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ നമ്മൾ ഇത് ദൈവത്തെ ഒന്ന് കണ്ടുകൊണ്ട്, അവരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണെന്ന് കണ്ടുകൊണ്ട്, മനസ്സിൽ അല്പം നന്മയുണ്ടെങ്കിൽ, ദയുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിലൊന്ന് നേരിപ്പോയി കണ്ടു അദ്ദേഹം കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സലിയുവാണെങ്കിൽ, നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വരികയാണെങ്കിൽ, സഹതാപം തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പൈസ കൊടുത്താൽ മതി, അല്ലാതെ നിങ്ങൾ കൊടുക്കണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ അതിൽ കിടപ്പുണ്ട്. പഴയ എൻ്റെ വീഡിയോ മറിച്ച് നോക്കിയാൽ എൻ്റെ യൂട്യൂബിൽ സോണിച്ചൻ NK വ്ളോഗ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ചിൽ കയറി അടിച്ചാൽ കിട്ടും. സോണിച്ചൻ NK വ്ളോഗ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് നിങ്ങളൊന്ന് പഴയ വീഡിയോ ഒന്ന് മറിച്ച് കാണുമ്പോൾ കിടപ്പിലായ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഹനീഫ് ഖായുടെ വീഡിയോ ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്, ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ആ ഗൂഗിൾ പേ നമ്പറിലേക്കാണെങ്കിലും നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസിൽ അതിലേക്കാണെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് അതിലേക്ക് ഇട്ടുവേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ മലപ്പുറംകാരോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരാണെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി ബോധ്യമായെങ്കിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങളൊന്ന് ഇനി അടുത്ത മാസം 2-ാം തീയതി അദ്ദേഹത്തെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഓണമൊക്കെ ഒന്നും ആഘോഷിക്കാനൊന്നും നിവൃത്തിയില്ല. ഞങ്ങൾ ഇപ്പോൾ അതൊന്നും അല്ല നോക്കുന്നത്, ആശുപത്രിയിൽ പോകാനാണ് നോക്കുന്നത്. പറ്റിയാൽ ആ 2-ാം തീയതിക്ക് മുമ്പ് എനിക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിച്ചു. കാരണം മരുന്നിനൊക്കെ നല്ല പൈസയാണ് സഹോദരങ്ങളെ. ഓരോ പ്രാവശ്യം ആംബുലൻസ് പിടിച്ചിട്ട് വേണം പോകാൻ. കിടപ്പ് രോഗിയല്ലേ, ഇവിടെ മുതൽ നടുവ് മുതൽ അങ്ങോട്ട് തളർന്ന് താഴെ പെരുവിരൽ വരെ, കാലിൻ്റെ പാദം വരെ തളർന്ന് ഒടിഞ്ഞ് കിടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഓരോ പ്രാവശ്യവും മരുന്നിനൊക്കെ ഭീമമായ പൈസയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ആംബുലൻസ് പിടിച്ചുകൊണ്ട് പ്രൈവറ്റായിട്ടല്ലേ പോകുന്നത്, അതിനൊക്കെ പൈസ വേണം. പിന്നെ ഈ പറഞ്ഞ കണക്ക് പോയി വരുമ്പോൾ ഒക്കെ എത്ര ചികിത്സാ ചെലവും കാര്യങ്ങളും ഒക്കെയാണ്. അദ്ദേഹം കരയുകയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം കരയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കരയാണ്, മകള് കരയാണ്. എന്താ ചെയ്യുക? അഭിമാനം ഓർത്തിട്ട് ഞാൻ അവരുടെ അവസ്ഥ ഓർത്തിട്ട് എനിക്കും സങ്കടമുണ്ട്. നമ്മളുടെ അമ്മയ്ക്കോ നമ്മുടെ സഹോദരിക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ ഒക്കെയാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കും. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുക. എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിനാണ് വരുന്നത്, നമ്മൾ അങ്ങനെ കാണും. നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ ഒന്ന് കാണുക. ഈ ഹനീഫ് ഖാ എന്ന് പറയുന്ന ആളെന്ന് പറയുന്ന മലപ്പുറത്താണ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ട് പാണ്ടിക്കാട് പോകുന്ന വഴിക്ക് ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ആ സ്ഥലം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്ഥലമാണ്. അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ പൈസ കൊടുത്താൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ എൻ്റെ വാട്സപ്പിലേക്ക് വിളിക്കേണ്ട, മെസ്സേജ് അയക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് എന്തെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ ഓണത്തിന് ആ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കരുണ അതാണ്. നമ്മളൊക്കെ എന്തേരെ ഭക്ഷണമൊക്കെ നാളെ അല്ലേ തിരുവോണത്തിനൊക്കെ വാരി കഴിച്ച് സന്തോഷിച്ച് അതുപോലെ പല കലാപരിപാടികളും ഒക്കെ കണ്ട് സന്തോഷിച്ചൊക്കെ നടക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആശ്രയവും അത്താണിയായിരുന്ന ഒരു വ്യക്തി കിടപ്പിലായി ആ ബെഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഫുഡ് കഴിക്കാനോ മറ്റു കാര്യത്തിനോ ഓണാഘോഷിക്കാനോ ഒന്നുമല്ല പറയുന്നത്. 2-ാം തീയതി അടുത്ത ആശുപത്രി പോക്കിന് പൈസ ഇല്ല, എനിക്ക് നല്ലൊരു പൈസ വേണം, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ, ഒന്ന് സഹായിക്കാൻ നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. ഞാൻ നോക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ വിടാം. ഫോൺ ഞാൻ വോയിസ് ഒന്ന് കേൾപ്പിക്കാൻ നോക്കാം. എനിക്കാണെങ്കിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഒരു പരിധിയില്ലേ. എനിക്ക് വീഡിയോ ചെയ്യാനും മറ്റ് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കാനും പറ്റും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് എപ്പോഴും ഈ പറഞ്ഞ കണക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ ഞാൻ അത്രയ്ക്ക് വലിയ കാശുകാരനൊന്നും അല്ലല്ലോ, പരിമിതിയൊക്കെ ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് കേൾപ്പിക്കാം കേട്ടോ. ഹലോ
അച്ചായോ എന്തൊക്കെയല്ലേ വർത്തമാനങ്ങള്? നിങ്ങൾ മാവേലിയിലാണല്ലേ? നിങ്ങളിപ്പോ നമ്മളൊക്കെ പറ്റ മറന്നു. ഒരു പേരും നിങ്ങളെ കയ്യിൽ നമ്മളില്ലപ്പോ. നിങ്ങൾ ഓരോരോ ഭാഗത്തേക്ക് പോയി. നമ്മളിങ്ങളിപ്പോ പറ്റ കൈ വിട്ടു എന്നാ തോന്നുന്നത്. ഒരു വിവരമില്ല. ഞാനിപ്പോ 2-ാം തീയതി ആശുപത്രി പോകണ അച്ചായ. ഒരു പൈസ ഇല്ലാതെ ഉത്തരക്കായി എന്താ ശരിയാ? ഒരു നിവൃത്തിയില്ലാത്ത ഇതൊന്നും കട്ടിന്മലാണ് തീട്ടുമൂത്തറും ഞാൻ വയ്ക്കേണ്ടത്. യാതൊരു നിവൃത്തിയും പറഞ്ഞില്ല. 2-ാം തീയതി എനിക്ക് ഇനി പോകണം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ 4 എക്സ്റേ ചുട്ടു വരും. ഇനിയിപ്പോ എടുക്കണം എക്സ്റേയും വേറുള്ളതും. ആംബുലൻസിന് വെച്ച് പോകാൻ പറ്റുള്ളൂ, ഓട്ടോറിച്ചക്ക് പോകാൻ പറ്റൂല. ഇതൊക്കെയാണ് സ്ഥിതിഗതികള്. 2-ാം തീയതി വെച്ച് പോകണം. ഓണം കഴിഞ്ഞ് 2-ാം തീയതി പോകണം. യാതൊരു നിവൃത്തിയില്ല. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഫോൺ അടിച്ചു. കേട്ടില്ലേ? അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, അതായത് വിഷമിക്കേണ്ട, നമ്മുടെ പ്രേക്ഷകരാരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും. ഞാൻ അവരോട് ഒന്നുകൂടെ വീഡിയോ ചെയ്ത് പറയാം. എൻ്റെ ഹനീഫ് ഖാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലൈവ് അതിന് വേണ്ടിയിട്ടും കൂടാണ് വിനിയോഗിക്കുന്നത്. കൈ നീട്ടുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈ നീട്ടുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടുകയാണ്, യാചിക്കുകയാണ്. എന്തെങ്കിലും ഒരു സഹായം, നിങ്ങൾ കരുണയുണ്ടെങ്കിൽ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ സഹോദരനും ഒരു ചെറിയൊരു സഹായം ഒന്ന് മാറ്റിവെക്ക്. എൻ്റെ പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അദ്ദേഹത്തെയും കുടുംബത്തെയും, പ്രത്യേകിച്ചും മലപ്പുറംകാരോട്, ഈ പെരിന്തൽമണ്ണക്കാരോട്, പാണ്ടിക്കാട് പ്രദേശത്തുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായിട്ടുള്ള നിങ്ങളുടെ ഒരു സഹോദരൻ അവിടെയുണ്ട്, ഹനീഫ് ഖാൻ. നമ്മൾ മറ്റ് എന്തെല്ലാം നമ്മൾ ആഘോഷിച്ചാലും ഒക്കെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഞാൻ ഒന്നാമത്തെ കാര്യം, ഇന്ന് നബിദിനം അല്ലേ? നബിദിനമാണ്. ഈ നബിദിനത്തിൽ അദ്ദേഹം ഇന്ന് നമ്മളോട് കരഞ്ഞ് പറയുകയാണ്. ഓർത്തു നോക്കുക, ഈ നബിദിനത്തിലൊക്കെ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് പള്ളികളിലൊക്കെ അവിടെ ഈ നബിദിന റാലിയിലൊക്കെ പങ്കെടുക്കാനും പള്ളിയിൽ പോയിട്ട് ഈ നിസ്കരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. മലപ്പുറത്തായിരുന്നപ്പോൾ അദ്ദേഹം പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന നല്ലൊരു മുസൽമാനാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് നോമ്പ് നോക്കിയിരുന്ന ആളാണ്. വൈകുന്നേരം ബാങ്ക് തുറക്കുന്ന ആ ഒരു 6:45 സമയത്തിന് എൻ്റെ കടയിൽ വന്നാണ് നോമ്പ് തുറക്കാനായിട്ട് ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കുന്നത്. അത്രയ്ക്ക് കൃത്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനയും ഒക്കെ നോക്കി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അസുഖങ്ങളും ആക്സിഡൻറ്റും ഒക്കെ ഏത് സമയത്താണ് വന്ന് പിടിപെടുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. നാളെ നമുക്കും ഇതേപോലെ ഒരു കിടപ്പിലായുള്ള അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. ആ കുടുംബത്തിൽ വേറെ അദ്ദേഹമല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ ഭാര്യ നിവൃത്തികേട് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഇപ്പൊ ഏതോ ഒരു എന്തൊക്കെയോ ചെറിയ പരിപാടിക്കോ വീടിനടുത്തൊക്കെ പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് കിട്ടാനാ? അതുകൊണ്ട് കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ നീക്കി വെക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മോള്, പിന്നെ 2 പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്? അപ്പോൾ അദ്ദേഹം അതൊക്കെ പറഞ്ഞാണ് വാവിട്ട് കരയാണ്. ഒരു കൊച്ചുകുട്ടി നമ്മൾക്ക് എങ്ങനെ കരയുന്നു അതുപോലെ വാവിട്ട് കരയാണ്. ഈ നബിദിനത്തിൽ, ഈ ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പങ്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക വെച്ചായിക്കോട്ടെ ഒന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക. ഇത് കേട്ടിട്ടൊക്കെ നമ്മുടെ മനസ്സൊക്കെ എന്താണ്, കാരണം അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തെ ഞാൻ വർഷങ്ങളായിട്ടുള്ള പരിചയം കൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്ക് ആ വാക്കുകളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും പ്രയാസവും നിരാശയും ഒക്കെ എനിക്കുണ്ട്. എനിക്ക് ഒരു പരിധിയില്ല, എനിക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും സഹായിക്കുന്നതിനൊക്കെ? അദ്ദേഹം കിടപ്പിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് പടച്ചവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ നീതിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ നബിദിനത്തിലൊക്കെ ഒരു 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 നിങ്ങളുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അംശമായിട്ട് അദ്ദേഹത്തിനൊന്ന് എന്തെങ്കിലും ഒരു തുക മാറ്റി അദ്ദേഹത്തിനൊന്ന് കൊടുത്താൽ നല്ലതാണ്. എനിക്ക് മലപ്പുറത്തുള്ള കോട്ടപ്പടിയിലാണ് അദ്ദേഹം ഓട്ടോ ഓടിക്കൊണ്ടിരുന്നത്. കോട്ടപ്പടിയിലുള്ള ഓട്ടോ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കോട്ടപ്പടിയിൽ നമ്മുടെ ചങ്കുവെട്ടിയിലോട്ട് പോകുന്ന വഴി, അതായത് ആ റൂട്ടിലുള്ള ആ ഓട്ടോ സ്റ്റാൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഓട്ടോ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ ചങ്കുവെട്ടിക്ക് തിരിയുന്ന അവിടെ ഉണ്ടല്ലോ ചപ്പാത്തി കമ്പനിയുടെയൊക്കെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിൽ കടന്നു ഓടുന്ന നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ഒരു സഹോദരനാണ് ഈ ഹനീഫ് ഖാൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇന്ന് തീരെ വയ്യാതെ അവശനായിട്ട് ആരോരും ഇല്ലാതെ
വീട്ടിലെ നിസ്സഹായാവസ്ഥയിൽ ബെഡിൽ ഇങ്ങനെ ഒറ്റ കിടപ്പാണ്, മലന്ന കിടപ്പ്. ഇപ്പോൾ 1 മാസത്തോളമായി അദ്ദേഹം കിടപ്പിലായിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഈ ആശുപത്രിയിൽ ഓരോ പ്രാവശ്യവും പോകുമ്പോൾ ആംബുലൻസ് അല്ല, അതായത് ഇന്ന് കരഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, ഓട്ടോയിൽ എനിക്ക് പോകാൻ പറ്റില്ല, ചിലവ് കുറയ്ക്കാനാണെങ്കിൽ എനിക്ക് അങ്ങനെ പോകണമെന്നുണ്ട്, പക്ഷേ ഓട്ടോയിൽ പോകാൻ പറ്റില്ല, എൻ്റെ നടുവ് മുതൽ ഇങ്ങോട്ട് ഒടിഞ്ഞു ഞുറുങ്ങി കിടക്കുന്നതാണ്, അപ്പോൾ എനിക്ക് ആംബുലൻസ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ആംബുലൻസ് പിടിക്കണം, ആംബുലൻസിൻ്റെ ചാർജ്, പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കുറിക്കുന്ന മരുന്നും, പിന്നെ അവിടെ എക്സ്റേ എടുക്കാനോ സ്കാൻ എടുക്കാൻ, അങ്ങനത്തെ എല്ലാത്തിനും പൈസയും കാര്യങ്ങളും ഒക്കെയാണ്. പറ്റുമെങ്കിലും ഒന്ന് സഹായിക്കുക സുഹൃത്തുക്കളെ. നമ്മളൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ, നമ്മളൊക്കെ നാളെ സന്തോഷമായിട്ട് തിരുവോണം നല്ലപോലെ സദ്യ കഴിക്കുമ്പോൾ, ആ കുടുംബത്തിലും വിശക്കുന്ന വയറുകളുണ്ട്, 3 വയറുകൾ അവിടെ ഉണ്ട്. അവരെ ഒന്ന് കാണ്. നിങ്ങൾ പടച്ചോനെ അവരുടെ മുഖത്തേക്ക്, ആ കൂടപ്പറപ്പിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്, പടച്ചോനെ നോക്ക്, കണ്ടുകൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ നോക്കട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് നല്ല സഹായിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ കരങ്ങളിലേക്ക് ഈ വീഡിയോ ചെന്നാൽ ഞാൻ വലിയ സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ, അതുപോലെ തന്നെ ഈ പിന്നെ ഒരുപാട് ഈ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ലുലു മാളിൻ്റെയൊക്കെ മുതലാളി ഉണ്ടല്ലോ, ഓണറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹമൊക്കെ അതുപോലുള്ള വ്യക്തികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റും. ബോബി ചെമ്മണ്ണൂർ, അച്ചായൻസ് ഗോൾഡിൻ്റെ അച്ചായൻ, അവരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം വെച്ചൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ അത് വലിയൊരു സഹായമായി മാറി. യൂസഫ് അലിക്കായൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഫിറോസ് കുന്നുംപറമ്പിനെ പോലെയൊക്കെയുള്ള അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ്. നമ്മളെക്കാളും ഒക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ അവർക്ക് ഒരുപാട് ബന്ധങ്ങളും പിടിപാടുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന പുതിയ ആളാണ്. അപ്പം നമുക്ക് ആളുകളോട്, അതുമല്ല ഞാൻ ചാരിറ്റി ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ വീഡിയോയൊക്കെ പറഞ്ഞെടുക്കാറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം നിവൃത്തികേട് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണീര് കണ്ടിട്ട്, വിഷമം കണ്ടിട്ട് എന്തെങ്കിലും കിട്ടട്ടെ. അയാൾ പറഞ്ഞു, അച്ചായ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും എനിക്കൊരു ചെറിയ സഹായം കിട്ടട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിങ്ങൾ കുറച്ച് മുമ്പുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ അറിയാമല്ലോ, സോണിച്ചൻ NK വ്ളോഗ് എന്നാണ്. അപ്പോൾ അതൊന്ന് കയറുക, എന്നിട്ട് കുറേ പഴയ 1 മാസം മുമ്പുള്ള ഒരു വീഡിയോ ആണ്. സോണിച്ചൻ NK വ്ളോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട്, അല്ലെങ്കിൽ സോണിച്ചൻ ആൻ്റണി എന്ന് പറഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് കയറിയാൽ ആ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. അതൊന്ന് കണ്ടിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ കിടപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അതിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അലിവ് തോന്നിയിട്ട്, നിങ്ങൾക്ക് ഒരു മനസാക്ഷി തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തരാം, അതിലേക്കൊന്ന് വിളിച്ചാലും മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ചെറിയൊരു സഹായം, എനിക്കതല്ലേ പറ്റത്തുള്ളൂ, ഞാൻ കൊടുത്തതാണ്. അങ്ങനെ അവിടെ പോയി കൊടുത്തിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 6282498880 6282493980. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നബിദിന ആശംസകൾ നേരുന്നു. എല്ലാ മുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഇന്ന് പള്ളിയിലുമൊക്കെ ആയിട്ട് പ്രാർത്ഥനയിലുമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നബിദിന ആശംസകൾ നേരുന്നു, എല്ലാ സഹോദരങ്ങൾക്കും. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ മലയാളി സഹോദരങ്ങൾക്കും നാളെ നാളെ തിരുവോണമാണല്ലോ. അപ്പോൾ തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 ഈ ലൈവ് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണുമ്പോൾ അന്നേരം തന്നെ ഞാൻ ലൈവിൽ വരുന്നതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ. താങ്ക് യു.